നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സുഹൃത്ത് ശ്രീ ദാമോദർ പ്രസാദ് കോഴിക്കോട് നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു കോൺട്രവേഴ്സി, അതായത് വിഴിഞ്ഞം പോർട്ടിൽ അദാനി MSC എന്ന വലിയ കപ്പലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൊണ്ട് 49%, 49% എടുത്ത് കേരളത്തിൽ ഒരു കമ്പനിക്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് 13,000 crores കൊണ്ടുവരുന്നു. അത് സർക്കാരിൻ്റെ അനുമതിയില്ല, കേരള സർക്കാരിനെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് മീഡിയ ബിൽഡപ്പ്. ഇത് മീഡിയ ബിൽഡപ്പിനേക്കാളും കൂടുതൽ ഇത് പൊളിറ്റിക്കൽ ബിൽഡപ്പായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പൊതുവെ മീഡിയ ആണ് ഇതിൻ്റെ ശരിക്കുമുള്ള മീഡിയേറ്റർ. എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് ഏതെങ്കിലും മീഡിയ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ഇതിൻ്റെ പുറകിലുള്ള പൊളിറ്റിക്സിന് പുറകിലുള്ള വസ്തുത എന്താണ്? ദാമോദർ, ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ആദ്യത്തെ ആ അനൗൺസ്മെൻറ്റിൻ്റെ പകരം പ്രസ് റിലീസ്, അഡാനിയുടെ പ്രസ് റിലീസിന് പുറകെ ആ പ്രസ് റിലീസും അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് അഡാനി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു സബ്മിഷൻ കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത് അഡാനി പോർട്സ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്നൊരു APSL എന്നൊരു കമ്പനിയുണ്ട്. അത് ലിസ്റ്റഡ് കമ്പനിയാണ്. അതുവഴി അവർ സമർപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പോൾ പൊളിറ്റിക്സ് പറയുന്ന ആൾക്കാരെ, CPM ഉൾപ്പെടെ ആൾക്കാരെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന വസ്തുതകളാണ് അതിനകത്തുള്ളത്. അത് MSC ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നു. CPMൻ്റെ ഒരു പ്രധാന പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് പറയേണ്ട കാര്യമില്ല, പ്രധാന പൊളിറ്റിക്കൽ അലിഗേഷൻ ഈ പൈസ അഡാനിയുടെ പോക്കറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഇത് എക്സാമിൻ ചെയ്ത് അതിൻ്റെ വസ്തുത എന്താണെന്ന് കാണിക്കേണ്ടത് മീഡിയയുടെ ജോലിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഒരു ബിസിനസ് ജേർണലിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഫിനാൻഷ്യൽ PR കുറേ നാൾ വർക്ക് ചെയ്തു. അപ്പോൾ അത് അനലൈസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ വളരെ കൃത്യമായി ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫയലിങ്ങിൽ എഴുതിയിട്ടുണ്ട് 530 മില്യൺ ഡോളേഴ്സ്, ഏകദേശം പകുതിയിൽ കൂടുതൽ ഈ പണം വരുന്നത് പുതിയൊരു ടെർമിനൽ അവിടെ വിഴിഞ്ഞത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് ആ ടെർമിനലിൻ്റെ പ്രോഗ്രസ് അനുസരിച്ച് അവർ റിലീസ് ചെയ്യും. പിന്നുള്ളത് ഈ ടെർമിനൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റിലീസ് ചെയ്യത്തുള്ളൂ. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫയലിങ്ങിനകത്ത് എഴുതിയിട്ടുണ്ട്. അവിടെയാണ് അഡാനി ഇത്രയും കേരള സർക്കാരിൻ്റെ കമ്പനിയിൽ നിന്ന് അഡാനി 13,000 കോടി അടിച്ചെടുത്തു, പോക്കറ്റിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ മീഡിയക്ക് എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്നുവെച്ചാൽ ദേ ഹാവ് എൻ ഇഷ്യൂ. അവർക്ക് നേരെയും നാളെ ഈ കുന്തവനെ തിരയാൻ സാധ്യതയുണ്ട്. കാര്യം വെച്ചാൽ ഏതൊരു കമ്പനിയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ 1 വർഷമെങ്കിലും അവർ ഡ്യൂ ഡെലിജൻസ് നടത്തും. അപ്പോൾ കഴിഞ്ഞ സർക്കാരിന് ഇത് അറിയാൻ വരുന്നത്, അത് നമ്മളുടെ മുൻ തുറമുഖ മന്ത്രി ബാബു വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. അതായത് 5 സെൻറ്റ് മേടിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു 2 അവിടെ പോയി തിരക്കി അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പരിശോധിച്ചതിന് ശേഷമേ നമ്മൾ അത് മേടിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും പൈസ ഇടുന്ന MSC കമ്പനി വിഡ്ഢികളാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അറിവില്ലായ്മ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഡീലെന്ന് പറയുന്നത് 1 വർഷമെങ്കിലും എടുത്തായിരിക്കും ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനത് വളരെ കൃത്യമായിട്ട് പറയാൻ കാരണം വോഡഫോൺ ഇന്ത്യയിലെ എങ്ങനെ എൻട്രി നടത്തി എന്ന് ഹച്ചിസൺ മാക്സിനെ അത് ഞാൻ വളരെ കൃത്യമായി കണ്ടതാണ്. മാത്രമല്ല MSC പോലുള്ള കമ്പനികൾ ലിസ്റ്റഡ് ആണ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ന്യൂയോർക്കിലും ഒക്കെ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളാണ്. അവർക്കൊക്കെ അവിടെ ഇതേപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കണം, എല്ലാ മാസമുള്ള ഇൻവെസ്റ്റർക്കുള്ള ഒരു ഉത്തരങ്ങൾ കൊടുക്കണം, ഒക്കെയുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ കേരളത്തിൽ നമ്മുടെ ഒരു 2 ചെറിയ കച്ചവടക്കാർ ഉണ്ടാക്കുന്ന ഡീല് പോലെ ഇതിനെ കാണുന്നത് എന്താണ്? ഇത് നമ്മുടെ മീഡിയയുടെ എന്താണ്? ഞാൻ മനോരമ ഉൾപ്പെടെ എല്ലാ പത്രങ്ങളിലും നോക്കി, ഒരൊറ്റ ആളും ഈ NSC ഫയലിങ്ങിനെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളൊരു വാസ്തവമുണ്ട്. അതിനെക്കുറിച്ച് ഒബ്ലീവിയസ് ആണ് ഈ കക്ഷികൾ. ഞാൻ കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുത്തു, നിങ്ങൾ ഇത് വായിക്കൂ. ഞാനിത് പൊളിറ്റിക്സിനെ പറ്റി ഇതിൻ്റെ എന്താണ് ഈ ബിസിനസ് ഡീൽ എന്ന് മനസ്സിലാക്കാൻ
നമ്മളുടെ മീഡിയയിൽ എന്താണ് നമ്മുടെ എക്കണോമിക് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ബിസിനസ് റിപ്പോർട്ടിംഗ് അത്ര ശുഷ്കമാണോ ഉണ്ടാകുന്നത്? അതൊരു ശുഷ്കമാണെന്നുള്ള യാഥാർത്ഥ്യം. കേരളത്തിൽ അങ്ങനെ എക്കണോമിക് ഫിനാൻഷ്യൽ ബിസിനസ് റിപ്പോർട്ടിംഗ് താരതമ്യേന വളരെ കുറവാണല്ലോ. ഇപ്പോൾ മനോരമയിൽ ചെറിയ മനോരമയിൽ പേജും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേ ഉള്ളൂ. പിന്നെ നമുക്കതിന് പ്രത്യേകിച്ച് അറിയപ്പെടുന്ന ഒരു ധനം പോലെ പ്രസിദ്ധീകരണമെങ്കിലും പിന്നെ ഫിനാൻഷ്യൽ ജേർണലിസ്റ്റിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള അപ്പൊ പി കിഷോറിനെ പോലെ ഒന്ന് രണ്ട് ആൾക്കാരാണ് ആകപ്പാടുള്ള ബിസിനസ് ജേർണലിസ്റ്റുകൾ മനോരമയിലുണ്ട്. അതിൽ കഴിഞ്ഞ് നമുക്ക് ഫിനാൻഷ്യൽ ജേർണലിസം താരതമ്യേന കേരളത്തിൽ അങ്ങനെ ശ്രദ്ധിക്കുന്നതല്ല. അപ്പൊ ഫിനാൻഷ്യൽ ജേർണലിസ്റ്റ് ആണ് ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ ആ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊടുത്തിട്ടുള്ള രേഖയാണ് ആദ്യം പരിശോധിക്കാൻ തുടങ്ങിയ വിശദാംശങ്ങളിലേക്ക് പോകും. പക്ഷെ നമ്മുടെ മാധ്യമ റിപ്പോർട്ടിംഗിൽ വിചിത്രമായ കാര്യം ഇതിനൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ്. അതായത് ദേശാഭിമാനി മുതൽ മാതൃഭൂമി പത്രവും ഈ തുടക്കത്തിൽ അദാനി MSCI കോർപ്പറേഷൻ 13 ലക്ഷം കോടിക്ക് ഇത് വിറ്റു എന്നുള്ള സമയത്ത് ഉണ്ടായ പ്രതികരണം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ അതിനെ പോസിറ്റീവായി കേരളത്തിന്റെ വികസനമായിട്ട് അവതരിപ്പിച്ചു. ദേശാഭിമാനി പ്രത്യേകിച്ചിട്ട് ഇതിനെ ആദ്യഘട്ടത്തിൽ കേരളത്തിന്റെ വികസനവും കഴിഞ്ഞ സർക്കാരിന്റെ ദീർഘദൃഷ്ടിയുടെയും ഫലമായിട്ടാണ് ഈ MSCI കോർപ്പറേഷൻ അദാനിയുടെ 49% സ്റ്റേക്ക് വാങ്ങി കേരളത്തിൽ വികസനത്തിന് പണം മുടക്കുന്നത് എന്ന അർത്ഥത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ദേശാഭിമാനി അടിവരിയിട്ട് പറയുന്നത് അപ്പൊ എന്ന് വെച്ചാൽ ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ വിഴിഞ്ഞം പോർട്ടുണ്ടാവുന്ന എല്ലാവിധ മുതൽ മുടക്കുകളും കേരളത്തിന് അനുകൂലമാണെന്നൊരു ധാരണയിൽ തന്നെയാണ് അവർ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ഫ്രെയിംവർക്കിൽ ഇത് പിണറായി വിജയൻ ഭരണകാലത്തിന്റെ തുടർച്ചയാണ്. പക്ഷെ പിറ്റേ ദിവസം ആ ചർച്ചയിൽ വലിയൊരു വഴിത്തിരിവുണ്ടായെന്ന് പറയുന്നത് ഈ കേരളവും അദാനിയും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ അദാനിയുടെ ഷെയർ വെക്കണമെങ്കിൽ കേരളത്തിന്റെ അനുമതി വാങ്ങണം എന്ന് ആ കേരളവുമായിട്ട് എഗ്രിമെന്റിൽ ക്ലോസ് 5.1 ആണ് സതീശൻ കൂട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്. അതാണ് പിന്നീട് ചർച്ചാ വിഷയമാണ്. ആ സമയത്ത് പ്രതിപക്ഷം അന്ന് ശ്രദ്ധിച്ചറിയാം നിയമസഭയിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് സർക്കാരിന് അനുമതി വാങ്ങണം എന്നുള്ള കാര്യത്തിലാണ് അടിവരയിട്ടത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യവും ഇതാണ്. അദാനി കോർപ്പറേഷൻ സ്വന്തമായി നിലയ്ക്ക് വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ MSCI ഷിപ്പിംഗ് കമ്പനിയായിട്ട് ഒരു കരാറിൽ ഏർപ്പെടാനും സ്റ്റേക്ക് വെക്കാനും സാധിക്കില്ല. അതിന് സർക്കാരിന് റിട്ടേൺ ആയിട്ട് അനുമതി വേണമെന്നായിരുന്നു. ആ സമയത്തോടെ ചർച്ച അവിടെ കഴിഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം വീണ്ടും CPM മനസ്സിലായി ഇതിന്റെ അകത്ത് ഒരു സാധ്യതയുണ്ട്. കാരണം തുറമുഖ വകുപ്പ് മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ VD സതീശനായിരിക്കെ സതീശന് വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുക. അദ്ദേഹത്തിന്റെ ഇതുപോലെ കേരളത്തിൽ തുറമുഖ കേന്ദ്രീകൃതമായിട്ട് അദ്ദേഹത്തിന്റെ പുതിയ കേരള സങ്കല്പം. അപ്പോൾ അദ്ദേഹത്തെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാൻ ഒരു അവസരമാണെന്നും മാത്രമല്ല അദാനിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അതിലെ നേതൃത്വത്തിലുള്ള വൈരുദ്ധ്യവും CPM നന്നായിട്ട് അറിയാം. KC വേണുഗോപാലും അവിടെ നിന്ന് പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവനയിൽ ചില ഒരു രുചികരമല്ലാത്ത പല കാര്യങ്ങളുണ്ട്. കാര്യം കേരളത്തിൽ BJP സർക്കാർ അല്ലോ ഭരിക്കുന്നത് പറയേണ്ട ആവശ്യമില്ല. കാര്യം VD സതീശൻ ശരിക്കും അതിൽ AICC നേതൃത്വം ഇതിനകത്ത് AICC ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ അന്നത്തെ സംഘടനാ സെക്രട്ടറി പറയുന്നത് കേരളത്തിൽ ഭരിക്കുന്ന UDF മന്ത്രിസഭയാണ്, VD സതീശനാണ് മുഖ്യമന്ത്രി, അതുകൊണ്ട് ഇത്തരം വഴിവിട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെടില്ല എന്ന് പറഞ്ഞ മറിച്ച് കേരളത്തിൽ BJP അല്ലല്ലോ എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ അദ്ദേഹം പ്രതിദാനം ചെയ്ത ഒരു കോൺഗ്രസ് മന്ത്രിസഭയെ തന്നെ അപകീർത്തിക്ക് തുല്യമായിട്ട് ഒരു പ്രസ്താവന നടത്തുക ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തിരുത്തേണ്ടതാണ്. ഒരു സംഘടനാ സെക്രട്ടറി സ്വന്തം മന്ത്രിസഭയെ കുറിച്ച് BJP അല്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരു രുചികരമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പോൾ വളരെ വ്യക്തമായിട്ട് കേരളത്തിനകത്ത് VD സതീശൻ പറഞ്ഞിരുന്നു അനുമതി വാങ്ങണം. അതിനായി ബന്ധപ്പെട്ട് പിന്നീട് കത്തയക്കുകയും ചെയ്തു. പക്ഷെ ഒരു വിവാദം മണത്ത CPM പിന്നീട് അവിടെ ചൂട് മാറ്റുകയും ഇത് ഇപ്പൊ CPMന്റെ ആരോപണം എന്ന് പറയുന്നത് ഈ ഒരു മാസം കൊണ്ടാണ് ഈ ഡീല് നടന്നിട്ടുള്ളത്. MSCI കോർപ്പറേഷനായിട്ട് ഈ ഒരു മാസത്തിന്, അതായത് സതീശൻ മുഖ്യമന്ത്രി അതിന് തൊട്ടു മുമ്പാണ് ചർച്ച നടന്നത്. സതീശന് ഇതിന്റെ അനൗപചാരികമായിട്ട് ഇൻഫർമേഷൻ ഉണ്ട്. സതീശന്റെ അറിവോട് കൂടിയാണ് നടന്നുള്ള ഒരു പ്രചരണമാണ് തോമസ് ഐസക് മുതൽ മുഖ്യമന്ത്രി വരെ പ്രചരിപ്പിക്കുന്നത്. അതായത് സതീശനിൽ അറിവുണ്ടോ എന്നാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ ഒരു ദീർഘ 2-1.5 മണിക്കൂർ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുള്ള സതീശന് അറിവുണ്ടോ. കാര്യം ഇവരുടെ വസ്തുതകളൊന്നും ഇല്ല. VD സതീശന്റെ അറിവോടുകൂടിയോ VD സതീശന്റെ അനുമതിയോടുകൂടിയോ കേരള സർക്കാർ അനുമതി കൂടിയാണ് MSCI കോർപ്പറേഷനായിട്ട് അദാനി ഒരു സ്റ്റേക്ക് അവരുടെ ഷെയർ വിൽക്കാൻ തീരുമാനിച്ചിരുന്നത് എന്ന് ഒരു വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇല്ലാത്തൊരു അഴിമതി ആരോപണമാണ് കേരള സർക്കാർ പിണറായി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. കുറച്ചു ദിവസം 2 ദിവസം മുമ്പേ ഐസക്കും ഇങ്ങനെ തൊട്ടും പിടിച്ചൊക്കെ ഇത് തന്നെ പറയാൻ ശ്രമിച്ചു. സതീശന്റെ വ്യക്തമായ മറുപടി വരാൻ കിടക്കുന്നുണ്ടെന്ന് എനിക്ക് വിചാരിക്കുന്നു. കാര്യം അദ്ദേഹം വിശദമായ സമ്മേളനത്തിൽ ക്യാബിനറ്റിന് ശേഷം അവതരിപ്പിക്കും ഈ കാര്യം പറയുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഈ അദാനി തീർച്ചയായിട്ടും അദാനി കോർപ്പറേഷൻ കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ വിഴിഞ്ഞത്തിൽ അദാനിയുമായി ചേർന്നാണ് നമ്മുടെ പദ്ധതി. നമുക്ക് ദീർഘകാലത്തെ കോൺട്രാക്ട് അവരായിട്ടുള്ള കരാറാണ്. അവർക്ക് അതിനകത്ത് സ്റ്റേക്ക് ഉണ്ട്. ഈ സ്റ്റേക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിഴിഞ്ഞം പദ്ധതി വികസിക്കാൻ വേണ്ടി
ഗ്ലോബൽ ടെൻഡറിൽ അദാനി വരികയും അദാനിയുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ചതും അദാനി കേരളത്തിന്റെ പങ്കാളിയാണെന്നും പറഞ്ഞത് ശ്രീ പിണറായി വിജയന്റെ മന്ത്രി വി എൻ വാസവനാണ്. കഴിഞ്ഞ LDF ഗവൺമെന്റ് ആത്മഴിഞ്ഞ പിന്തുണയാണ് വിഴിഞ്ഞം പോർട്ടിനും അദാനിക്കും കൊടുത്തത്. ഇത് വിസ്മരിക്കാൻ പറ്റുന്നതല്ല. അതിന്റെ പുറത്ത് അതായത് ഈ ഒരു മാസം കൊണ്ടല്ല MSC കമ്പനിയായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്. MSC കമ്പനിയായിട്ടുള്ള ബന്ധം പിണറായി വിജയന്റെ കാലത്ത് തന്നെ ആരംഭിച്ചാണ്. തീർച്ചയായിട്ടും അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തുറമുഖ വകുപ്പ് മന്ത്രിയുടെ അടുത്തല്ല ഫയലിടുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിസരങ്ങളിലായിരിക്കണം എന്നായിരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അറിഞ്ഞിരിക്കണം ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. സതീശൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് അറിയിക്കണം. അല്ല, അതുകൊണ്ടാണ് ദാമോദർ ഞാൻ പറയുന്നത്, ഇതിന്റെ പൊളിറ്റിക്സും ഇതൊക്കെ മാറ്റിവെച്ച് ഇവിടെയാണ് ഞാൻ പറഞ്ഞ മീഡിയയുടെ, കേരളത്തിലെ മീഡിയയുടെ ബിസിനസ് റിപ്പോർട്ടിങ്, എക്കണോമിക് റിപ്പോർട്ടിങ്ങിലുള്ള ടോട്ടൽ ബ്ലാങ്ക്നെസ് ആണ്. അതായത് ഇത് ബേസിക് സംഗതി നോക്കണമെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് NSE എന്തുകൊണ്ട് NSE അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവർ ഫയൽ ചെയ്യുന്നു? കാരണം അവർ ലിസ്റ്റഡ് കമ്പനി തന്നെയാണ്. അഡാനി പോർട്സ് എന്ന് പറയുന്നത് ലിസ്റ്റഡ് കമ്പനിയാണ്. അതിൻ്റെ അഡാനി ശരിക്കും നടന്നേക്കുന്നത്, ഞാനൊരു ഫിനാൻഷ്യൽ ജേർണലിസ്റ്റിൻ്റെ തൊപ്പി കഴിഞ്ഞാൽ അഡാനി പോർട്സ് എന്ന പേരന്റ് കമ്പനി അതിൻ്റെ ഒരു കോർപ്പറേറ്റ് ബലത്തിലാണ് ഈ MSC ഇവിടെ വരുന്നത്. അല്ലാതെ കേരള സർക്കാരിൻ്റെ വിഴിഞ്ഞത്തിൻ്റെ അല്ല. അവർ പറയുവാണ് ഞങ്ങളാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഇതിൽ പരിചയമുണ്ട്, മുന്ദ്ര പോർട്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തല്ലോ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ, അങ്ങനെയാണ് വരുന്നത്. പിന്നെ മാത്രമല്ല ഇതിനകത്ത് ഒരു ആ ക്ലോസുകൾ നോക്കിയാൽ എനിക്ക് ഏകദേശം തോന്നുന്നത് MSC ഒരു ഏറ്റവും വലിയ ഒരു കമ്പനിയാണ്. 20% ബിഗ് ഷിപ്സ് നടത്തുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് അവരുടെ ഒരു എക്സ്ക്ലൂസീവ് ടെർമിനൽ ആണോ എന്ന് തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ആ സ്ട്രക്ചറിങ്. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് അത് സൈൻ ചെയ്ത് കഴിഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അതായത് MSC കപ്പലുകൾക്ക് മാത്രം എടുക്കാനുള്ള ഒരു ടെർമിനലാണോ അവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ഇതുണ്ട്. അതായത് അവർക്ക് MSC എന്ന കമ്പനിക്ക് അവരുടെ കപ്പലുകൾക്ക് യഥേഷ്ടം വരാനും പോകാനുമുള്ള ഒരു സംവിധാനം അവർ പൈസ കൊടുത്ത് ഇവിടെ ചെയ്യുകയാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ കാണുന്നത്, അതായത് പൊളിറ്റിക്സ് ഒക്കെ മാറ്റി വെച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിൽ നമ്മളുടെ ജീവിതകാലത്ത് അല്ലെങ്കിൽ 60 വർഷത്തെ നമ്മുടെ കേരളം എന്ന സംസ്ഥാനത്തെ ഏതെങ്കിലും കമ്പനിക്ക് ഇതുവരെ ഏതെങ്കിലും ആൾക്കാർ 28,000 കോടി രൂപ വാലുവേഷൻ കൊടുത്തിട്ടുണ്ട്? ഇതൊരു വാലുവേഷൻ ഗെയിമാണ്. 1000 കോടി ടേൺ ഓവറുള്ള ഒരു അഡാനി അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ ആ കമ്പനിക്ക് അവർ വാലുവേഷൻ ഇട്ടിരിക്കുന്നത് 28,000 കോടി രൂപയാണ്. അതിൽ 13,000, 49% ഇപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് 2 വർഷം കൊണ്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇത് പിണറായി വിജയൻ തന്നെ പറഞ്ഞ കേരളത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് മാറി എന്ന് പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി 10 വർഷം, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ മാറ്റം, അദ്ദേഹം ശ്രമിച്ച മാറ്റത്തിൻ്റെ ഒരു പരിണിത ഫലമാണിത്. അത് സതീശൻ നമ്മളുടെ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് അനുസരിച്ച് ഈ കാലം 1 മാസം 2 മാസം കൊണ്ട് പിണറായി വിജയൻ മാറി വേറെ മുഖ്യമന്ത്രി വന്നു. പക്ഷേ കേരളത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് മാറി എന്ന് മാറ്റാൻ ശ്രമിച്ച ശ്രീ പിണറായി വിജയൻ്റെ എനിക്ക് തോന്നുന്നു എഫർട്ടിൻ്റെ ഒരു ഫലം കൂടിയല്ലേ ഇത്. ഒരു മാസം കൊണ്ടോ 1-2 മാസം കൊണ്ടോ ഒരു MNC എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല.